വാട്ട് ഈസ് കീപ്പിംഗ് മൈ ലൈഫ് ആവറേജ്? നിങ്ങളിങ്ങനെ ഒരു ആവറേജ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു കാരണം അതെന്താണ്? നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു ആവറേജ് ആണ്. ഇതിലാരെങ്കിലും ഈ പറഞ്ഞ 1% എത്തിയിട്ടുണ്ടോ? നമ്മളൊന്നും എത്തിയിട്ടില്ല അല്ലെ. 1% എന്ന് പറയുന്ന ബില്യണേഴ്സ് അല്ലെങ്കിൽ മില്യണേഴ്സ് പറഞ്ഞ കാറ്റഗറിയിലേക്കോ ഹൈലി സക്സസ് ആയിട്ടുള്ള ആളുകളൊന്നും ആയിട്ടില്ല. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആവറേജ് ആയിട്ട് തുടരുന്നതിന് കാരണം എന്തായിരിക്കും? വൺ റീസൺ ഒന്ന് ആലോചിച്ച് നോക്കി. വാട്ട് പാറ്റേൺസ് റിപ്പീറ്റ് എവറി ഇയർ? നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും 2024, 2025 മുമ്പ്, 2024, 2023, 2022 ഒക്കെ വരുമ്പോഴും നമ്മളൊക്കെ ഒരേ പാറ്റേണിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാറ്റേൺ എന്താണ്? സർവൈവൽ ആണോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാറ്റേണിലാണോ? ഓക്കെ, വാട്ട് ഐ എം ടോളറേറ്റിംഗ് ദാറ്റ് ഈസ് കോസ്റ്റിംഗ് മൈ ഫ്യൂച്ചർ? എൻ്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കാനായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? എൻ്റെ ഫ്യൂച്ചറിനെ പോലും ഇല്ലാതാക്കുന്ന ഞാൻ ആ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദന എന്താണ്? അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണ്? ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ കുറിച്ചിട്ടൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങൾ എന്നുള്ളത് അവയറാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ഈ 2025 കഴിഞ്ഞ പാസ്റ്റിലൊക്കെ നമ്മൾ എന്താണെന്ന് അറിഞ്ഞാലല്ലേ പുതിയ നമ്മളെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇതുപോലെ ഡീഫോൾട്ടായിട്ട് ആരൊക്കെയോ പ്രോഗ്രാം ചെയ്ത പോലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ആരാ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിങ്ങളോട് ഞാനാണ് പറഞ്ഞത്. അതുവരെ ആരാ പറഞ്ഞത്? നിങ്ങളുടെ പാസ്റ്റ് സെൽഫ്. മനസ്സിലായോ? നിങ്ങളുടെ പാസ്റ്റ് സെൽഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണ്ടത്തെ ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അയാൾ പറയുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അതേപോലെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു അല്ലേ. രാവിലെ ഓക്കെ, നമ്മളൊക്കെ കുറച്ചും കൂടെ ഇതിലൊക്കെ കുറച്ചും കൂടെ അല്ലേ മെഡിറ്റേഷൻ പരിപാടികളൊക്കെ പോകുന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു? കുക്കിംഗ് അല്ലെങ്കിൽ മറ്റു പരിപാടികൾ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ കഴിഞ്ഞു നമ്മൾ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യും? TV കാണും, സിനിമ കാണും, സീരിയൽ കാണും. ഇങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോകണോ? അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഡീഫോൾട്ടിലൂടെ ജീവിക്കണോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ഡിസൈൻ ചെയ്യണോ? ഡിസൈൻ ചെയ്തുകൊണ്ട് ജീവിക്കണോ? ഡിസൈൻ ചെയ്യണം അല്ലേ. നമുക്ക് തീരുമാനിക്കണം. നമുക്ക് പുതിയ നമ്മളെ ഡിസൈൻ ചെയ്യണം.